ഇന്നൊരു കല്യാണത്തിന് പോയിട്ട് നമുക്ക് ബിരിയാണി കിട്ടിയില്ല ഗൈസ്, ബിരിയാണി കിട്ടിയില്ല, തീർന്നുപോയി. അപ്പോൾ പിന്നെ അവരവിടെ 2ാം വട്ടം വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അത്ര നേരം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ബിരിയാണിയൊക്കെ തട്ടിയിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുടുവിനെ ഡാൻസ് ക്ലാസ്സിന് 2:30 ആകുമ്പോൾ എത്തിക്കണം. അപ്പോൾ സമയം ഉണ്ടാവില്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നേരം പോകും. അങ്ങനെ കുടുവിനെ ഡാൻസ് ക്ലാസ്സിലാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ നമ്മൾ ചെടിയിൽ വെള്ളം തൂക്കിയതിലൊക്കെ കിളിയാൽ വന്ന് വെള്ളം കുടിക്കുന്നതൊക്കെ കണ്ടുട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് വീണ്ടും തിരിച്ച് ഡാൻസ് ക്ലാസ്സിൽ ചെന്നത്. ഇതാണ് പുതിയ ഡാൻസ് ക്ലാസ്. ഡാൻസ് ടീച്ചറുടെ വീട് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് എന്ത് വീടാണ് നല്ല ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുടുവിനെയും കൂട്ടിയിട്ട് നേരെ പോയത് കുടുവിനൊരു സർപ്രൈസായിട്ട് തിയേറ്ററിലേക്കാണ് കേട്ടോ. അപ്പോൾ കുടു ഈ ഡാൻസിൻ്റെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ട് അയ്യേ ഞാൻ വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുക കേട്ടോ. അവൻ ഞാൻ കുടുവിനോട് പറഞ്ഞ് ഡ്രസ്സ് വണ്ടിയിലുണ്ട് മാറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവളെ ഡ്രസ്സ് മാറിയിട്ട് അവളൊക്കെ ഇപ്പോഴേ എന്തോരു കോൺഷ്യസ് ആണെന്നാ. ഞാനൊക്കെ ഇട്ട ഡ്രസ്സ് ഇട്ടിട്ട് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും വരെ പോകും. പക്ഷേ ഇവളങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവൾ ഭയങ്കര കോൺഷ്യസ് ആണ് ആൾ. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ വാഴ 2 കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. കുടുവിനെ അവിടെ ഡാൻസിന് വിട്ടിട്ട് വന്നപ്പോൾ ഏട്ടൻ ചൂടെടുത്തിട്ട് പോയി ഇച്ചിരി രഹസ്യയിൽ പോയിരിക്കാമെന്നുള്ള ഒരു പ്ലാനിൽ ഉണ്ടാക്കിയ ഒരു ഐഡിയ ആണിത്. പിന്നെ കുടു അവിടെ നിന്ന് ഡാൻസ് ക്ലാസ്സിൽ നിന്ന് നേരെ പിക്ക് ചെയ്ത കാരണം ഞാൻ അവൾക്ക് പപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു. അങ്ങനെ വയറൊക്കെ ഫുള്ളാക്കി സിനിമയൊക്കെ കണ്ടു. അടിപൊളി സിനിമ കേട്ടോ, ഒരു രക്ഷയില്ല. കൂടപ്പിറപ്പുകളുള്ളവർക്ക് ഈ സിനിമ ഒരുപാട് കണക്റ്റ് ആവും. ഒറ്റ മക്കൾക്ക് അത്ര കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മളിതാ സിനിമയ്ക്ക് കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വിഷുവിൻ്റെ ഒരു കുട്ടി ഷോപ്പിങ്ങുകളും കൂടെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോഴേക്കും 10:30-11 മണി സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.